നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തകർപ്പൻ വിജയമാണ് കണ്ണൂരിൽ UDF നേടിയത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്തു വന്നു കണ്ണൂർ ജില്ലയിൽ. ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തലങ്ങളിൽ പോലും നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷക്കപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടി. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ് ആ തീരുമാനം. അതോടൊപ്പം തന്നെ നമ്മളോട് പറയാനുള്ളത്, നമ്മളൊരു വലിയൊരു മാസ് പ്രൊജക്റ്റ് നമ്മൾ കണ്ണൂരിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാസ് പ്രൊജക്റ്റ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ നഗരസഭ അത് പ്രാവർത്തികമാക്കും എന്നതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അത് വലിയൊരു മാസ് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹാത്മ്യവും മനസ്സിലാവും. അതുകൊണ്ട് വളരെ സെറ്റിൽഡായ, വളരെ പ്രീ പ്ലാൻഡായ ഒരു നടപടിയുമായിട്ടാണ് കണ്ണൂർ DCC ഈ വിഷയത്തിൽ മുൻപോട്ട് പോകുന്നത്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ എല്ലാ ആളുകളും ഉന്നയിച്ച പേര് ഒരു ഐകകണ്ഠ്യേനയുള്ളൊരു പേരായിട്ടാണ് ഇന്ദിരയുടെ പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ദിരയാണ് വരാൻ പോകുന്ന നമ്മുടെ കോർപ്പറേഷൻ മേയർ. അതല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി, അപ്പൊ മേയറെ നേരത്തെ പ്രഖ്യാപിച്ചു. അതിന് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ട നിങ്ങൾ. അതെ. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇതുപോലെ ഇതിനു മുമ്പ് ഒരു കാലത്തും നടന്നിട്ടില്ല. ഇനിയും നമ്മൾ നടത്താൻ പോകുന്നത് അതുതന്നെയാണ്. ആ കർശനമായ പ്രവർത്തന പരിപാടികൾ താഴെത്തട്ടിൽ മുതൽ മുകളിലോട്ട് വരെ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. കണ്ണൂരിൽ നമ്മൾ വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു കേഡർ സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടി വർക്ക് നമ്മളിവിടെ സംഘടിപ്പിക്കും. അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ആസൂത്രണങ്ങളൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടു കാണാം.